ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. വോട്ടെടുപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഗ്യാരണ്ടികളെക്കുറിച്ചാണ്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള ചർച്ചകളൊക്കെ. ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഈ ഗ്യാരണ്ടികൾ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം. അർജുൻ, ഈ ഗ്യാരണ്ടികളുടെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? കോൺഗ്രസിൻ്റെ ന്യായ് പത്രക്കെതിരെ മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ ഒരു പ്രകടന പത്രികയായിരുന്നു BJP ഇറക്കിയത്. പക്ഷേ ഒരു വിമർശനം ഉയർന്നത് പുതുതായി പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രി തുടങ്ങി വെച്ച പല പദ്ധതികൾ അത് അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുമെന്നുള്ള കാര്യം. അതല്ലാതെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട തൊഴിലില്ലായ്മ, വിലക്കയറ്റം പോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ള കാര്യം. കഴിഞ്ഞ 10 വർഷത്തെ വികസന പദ്ധതികൾ എടുത്തായിരുന്നു BJPയുടെ ഒരു പ്രചരണ തന്ത്രം എന്ന് പറയുന്നത്. അത് തുടരും. വെള്ളം, വൈദ്യുതി, അരി എല്ലാം തന്നെ ഇനിയും പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകും എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പ്രതിപക്ഷത്തിനൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ വാഗ്ദാനം എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കാനായിട്ട് ഇത്രയും കാലം ഒരു പക്ഷേ ഉണ്ടായില്ല. അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ വരുമ്പോൾ വലിയ രീതിയിൽ തന്നെ എന്തായാലും ഈ ഗ്യാരണ്ടികൾ ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. എന്തൊക്കെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ? തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേരുറപ്പിച്ച 3 വിഷയങ്ങളായിരുന്നു: വിദ്യാഭ്യാസം, വൈദ്യുതി, അതുപോലെ തന്നെ ആരോഗ്യം. ഈ ഡൽഹി മോഡൽ വിദ്യാഭ്യാസം, ഡൽഹി മോഡൽ ആരോഗ്യം, ഡൽഹി മോഡൽ വൈദ്യുതി, കാരണം ഇതൊക്കെ ഒരു രാജ്യവ്യാപകമാക്കുക എന്നുള്ളതാണ് ഈ പ്രധാനമായും കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഗ്യാരണ്ടി ആയിരുന്നു. പ്രധാനപ്പെട്ട കാര്യം സൗജന്യമായ വൈദ്യുതി 200 യൂണിറ്റ് പാവപ്പെട്ടവർക്ക്. രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ഈ മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കും. ഞാനൊക്കെ ഡൽഹിയിൽ ഈ മൊഹല്ല ക്ലിനിക്കിൽ പോയി ചികിത്സ തേടുന്നവരാണ്. ഈ സൗജന്യമായ മൊഹല്ല ക്ലിനിക്കുകൾ ജില്ലാ ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസം സ്വകാര്യ സ്കൂളുകളെക്കാളും മികച്ച വിദ്യാഭ്യാസം നൽകുമെന്നൊക്കെയാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. കെജ്രിവാളിൻ്റെ ബാക്കിയുള്ള ഗ്യാരണ്ടിയൊക്കെ ഏതാണ്ട് മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം മോദി പ്രസംഗിക്കുന്ന ഗ്യാരണ്ടി തൊഴിലില്ലായ്മയൊക്കെ, തൊഴിൽ ജനറേഷനും വികസനവും ഒക്കെ മാറി. ഇന്ന് ബംഗാളിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഒരു പ്രചാരണം എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെയും ബംഗാൾ ജനങ്ങൾക്ക് ഗ്യാരണ്ടി എന്നുള്ള തരത്തിലായിരുന്നു പ്രസംഗം ഉണ്ടായിരുന്നത്. CAA എന്ന് പറയുന്നത് നടപ്പിലാക്കുമെന്നുള്ള കാര്യം. പിന്നെ കോൺഗ്രസിനെതിരെ ഏറ്റവും വലിയൊരു ആരോപണം, അതായത് ഈ ജാതി അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരാൻ സമ്മതിക്കില്ല. പിന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മമതാ ബാനർജിക്കെതിരെ ഉയർന്നൊരു ആരോപണമാണ് രാംനവമി ആഘോഷിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ താൻ ജീവനോടുള്ള കാര്യം ബംഗാൾ ജനതയ്ക്ക് രാംനവമി ആഘോഷിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, സുപ്രീം കോടതി വിധി, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് നടപ്പിലാക്കില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയും കൂടെ മോഡി പറഞ്ഞു. അവസാന ഘട്ടങ്ങളിലേക്ക് നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദി ഹെഡ്ലാൻഡിൽ നടക്കുന്ന ഈ വോട്ടെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായി വരുന്നത്. അവിടെ ഈ ഗ്യാരണ്ടികൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ ഒരു പ്രതീക്ഷയാണ് ഈ ഗ്യാരണ്ടികളിലുള്ളത്.